ഇതെന്താ ഇങ്ങനെ? നമ്മളെ മുന്നിൽ ക്യാപ്സൂൾ മീൻ ഗുളിക. അവൻ കുടുങ്ങിയതാ. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജ് കണ്ടോ നിങ്ങൾ? കണ്ട എൻ്റെ മോൻ അഗാധമായ ഗർത്തം. ഈ അണ്ടർ പാസേജിന് അടിയിൽ തന്നെ, അണ്ടർ പാസേജ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈനേജ് ഉണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ആളുകൾ നീന്തിപ്പോയ പ്രദേശമാണ്. ഈ തവണ നീന്താതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനമൊക്കെ വാഗാട് ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മളെ തിക്കോടി പെട്രോൾ പമ്പാണ്. തിക്കോടി പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ 6 വരി ടാറിങ് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. തിക്കോടി പെട്രോൾ പമ്പ് ഇതൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ നിന്ന് അങ്ങ് താഴെ ഇറങ്ങാൻ പറ്റുമോ? തിരുമ്പി വന്നേണ്ടി വരും, മിക്കവാറും തിരുമ്പി വരേണ്ടി വരും. കാരണം ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. സർവീസ് റോഡ് കണ്ട ബാഹ്യം തിരുമ്പി വരേണ്ടി വന്നില്ല. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാഗാടിൻ്റെ ടോറസ്, ഇത് വാഗാടിൻ്റെ നമ്മളെ പയ്യൂർ പെരുമാൾപുരം ഹൈസ്കൂളിൻ്റെ നേരെ മുന്നിൽ നമ്മൾ അണ്ടർ പാസേജുള്ള അത് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് ടോറസിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റയുടെ ടോറസ്. വാഗാടിന് മണ്ണൊക്കെ അടിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. കണ്ട ലെവൽ ചെയ്യാണ്, മണ്ണടിക്കുകയാണ്, ലെവൽ ചെയ്യാണ്, എല്ലാം ചെയ്യാണ്. അപ്പം നമ്മളെ പെരുമാൾപുരം ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ് ദേശീയ പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആറി പാനലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗാട്. ഇനി നമ്മൾ നേരെ പയ്യോളിലേക്ക് പോവാം. പയ്യോളി എൻ്റെ പയ്യോളി. വാഗാടിൻ്റെ റീച്ച്, ഇത് വാഗാടിൻ്റെ റീച്ചാണ്. ഇവിടെ നല്ലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വമ്പിച്ച ആക്സിഡൻറ്റ്. ഇവിടെയൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ നമ്മളെ ഗേഡറുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗേഡറുകളൊക്കെ നീക്കം ചെയ്ത് അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ ചെയ്ത് ആറി പാനലൊക്കെ ചെറുതായിട്ട് സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഗാടിന് നേരത്തെ മണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വാഗാട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതൊക്കെ വാഗാടിൻ്റെ കരച്ചിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയും വാഗാട് കരഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പം നമ്മളെ പയ്യോളി, എൻ്റെ പയ്യോളി ടൗണ്, പയ്യോളി ബസ് സ്റ്റാൻഡ്, അതിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞാണ്. പിന്നെ കുറച്ച് ഭാഗം നമ്മൾ 6 വരിയുടെ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള അപ്രോച്ച് റോഡുണ്ട്. ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാറിങ് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പയ്യോളി ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണിയും നടക്കുന്നില്ല. ഇപ്പോൾ
പയ്യോളി ട്രാഫിക് ബ്ലോക്ക്. പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തെത്തി. ഈ പാനലുകളൊക്കെ നിർമ്മിച്ച് കതിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ താഴെയാൻ ഇനിയും ബാക്കിയുണ്ട്. സർവീസ് റോഡിനോട് ചേർന്നില്ല ഈ പാനലിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഗ്യാപ്പുണ്ട്. അവിടെയൊക്കെ മണ്ണൊക്കെ നീക്കിയതിന് ശേഷം അടുത്ത താറിങ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കുറച്ചുകൂടി ഒഴിവാകും. പക്ഷേ ഈ താറിങ് ഇപ്പോൾ ചെയ്യില്ല, കാരണം ഇതിൻ്റെ പാനൽ പൂർണ്ണമായും സ്ഥാപിച്ചില്ല, അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ സ്ഥാപിച്ചില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വൃത്തികേടാവും. അതുകൊണ്ടാണ് വാഗാട് വർക്ക് ഇപ്പോൾ എടുക്കാത്തത്. ഇവിടെ പയ്യോളിയുടെ തൊട്ട് മുന്നിൽ ഇവിടെ ഇവിടെ അടുത്തൊരു പില്ലർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പില്ലറിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യും. അതിൻ്റെ കണ്ട കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ മന്ദം പയ്യോളി ടൗണിൽ ശരിക്കും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കേണ്ട പ്രദേശമാണ് നമ്മൾ പയ്യോളി ടൗൺ. എന്നാൽ പയ്യോളി ടൗണിൽ അങ്ങേ അറ്റം മന്ദഗതിയിലാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടോ 5 5 10 3 3 6 6 12 12 18 ഈ ഗേറുകളാണ് സ്ഥാപിച്ചത്. അതിൽ 12 ഗേറ് സ്ഥാപിച്ചതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് പയ്യോളി നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ പാനൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ബാക്കിയും കൂടി ഉയർത്തിയിട്ട് മണ്ണടിക്കാതെ? മണ്ണൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? വാഗാടിന് മാൻ പവർ സപ്ലൈയുടെ അഭാവമുണ്ടോ, കുറവുണ്ടോ? മാൻ പവറിൻ്റെ കുറവുണ്ടോ? അപ്പോൾ നമ്മളെ പയ്യോളി കഴിഞ്ഞു. നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ഈ ഭാഗത്തെങ്ങാനും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഇതൊക്കെ പഴയ റോഡ് തന്നെ. പഴയ റോഡ് പുതിയ കുപ്പിയിലാക്കേണ്ടി വരും. കാണണ്ടെന്നൊക്കെ പറയും ചില ആളുകൾ. ഞങ്ങൾക്ക് വാഗാടിൻ്റെ റീച്ച് കാണണ്ട. അയ്യോ ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾക്ക് വാഗാടിൻ്റെ റീച്ച് കാണണ്ടേ. അപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ പയ്യോളി കഴിഞ്ഞ് നമ്മൾ 24-ാം മൈൽ അതിൻ്റെ അടുത്ത് വരെ നമ്മൾ എത്തി. അപ്പം HP പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് വരെ എത്തി. നമ്മൾ അയനക്കാട് പള്ളി ജുമാ മസ്ജിദ്, അയനക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് അതിൻ്റെ മുന്നേ വരെ എത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.